ബോട്ടിന്റെ എഞ്ചിൻ റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു എഞ്ചിൻ തന്നെ. ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് പണിയണ ഒരു യാർഡ് എന്ന് പറയട്ടെ. ബോട്ട് പണിയണ സ്ഥലത്തിനാണ് യാർഡ് എന്ന് പറയുന്നത്. ബോട്ട് യാർഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ട് വെള്ളത്തിൽ ഇറങ്ങണം, അല്ലാണ്ട് ഇത് പണിയണത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടാ. നമ്മൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, പക്ഷെ എല്ലാവരും കണ്ടു കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ 3 മാസം കൊണ്ട് ഒരു ബോട്ട് പണിയാനായിട്ട് എടുക്കണേ. അപ്പോൾ ഈ ഒരു 3 മാസം നമുക്കൊരു 15 മിനിറ്റ് കൊണ്ടൊന്ന് കണ്ടേച്ചും വന്നാൽ ബോട്ടിൻ്റെ പണി തൊട്ട് അത് നീറ്റിലേക്ക് ഇറങ്ങണ വരെയുള്ള ഒരു കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് പോയി കണ്ടേച്ചും വരാട്ടെ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. അങ്ങനെ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ബോട്ടിൻ്റെ എയറാവ് എന്ന് പറയും. ഇപ്പോൾ എയറാവ് മൊത്തത്തിൽ വെച്ചിട്ടില്ല, അതിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇനി അതിന് ശേഷം ഇതുപോലെ സ്റ്റാൻഡൊക്കെ അടിച്ച് കുത്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് എയറാവ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ഈ എയറാവ് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. എയറാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ആ എയറാവുമ്മയാണ് നമ്മുടെ ബാക്കിയുള്ള പീസുകളും കാര്യങ്ങളെല്ലാം കയറുന്നത്. അതായത് വീട് പണിയാൻ നേരത്ത് നമ്മൾ തറ കെട്ടൂലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ എയറാവ് എന്ന് പറയുന്നത്. ബോട്ടിൻ്റെ ബേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ട, ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മുടെ ആ ഒരു എയറാവ് കയറുന്നത്. ഈ ഒരു പ്ലേറ്റിൻ്റെ കനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 mm ആയിരിക്കും. അപ്പോൾ ഈ എയറാവ് പൊക്കി കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ എയറാവ് കയറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ വിളിക്കോട്ടെ, ഒരു ചടങ്ങ് കൂട്ടായിരിക്കുള്ളൂ നടത്തുന്നത്. കാരണം ബോട്ട് പണിയുമ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു എയറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ വീട് പണിയുമ്പോൾ തറ കെട്ടുമ്പോൾ ആളുകളെയൊക്കെ ക്ഷണിക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിൻ്റെ എയറാവ് കയറ്റുമ്പോഴും മുതലാളിമാരും പണിക്കാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എയറാവിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എയറാവിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിമാർ കൊടുക്കണ വലിപ്പത്തിന് ബോട്ടിൻ്റെ നീളത്തിനനുസരിച്ചാണ്. ഇത് ഏകദേശം ഒരു 95 അടി നീളമുള്ള ബോട്ടിൻ്റെ എയറാവാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തണമല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ബോട്ട് ഇറങ്ങാനായിട്ട് ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും. അപ്പോൾ പല പല മേസ്തിരിമാരുടെ കീഴിൽ പല പല ആശാമാർ പണിതേക്കണ ബോട്ടുകളുടെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആ ഒരു മട്ടം എന്ന് പറയുന്നത്, ബോട്ടിൻ്റെ മട്ടം, ആംഗ്ലർ. അപ്പോൾ ഇവരാണ് നമ്മുടെ ബോട്ടിൻ്റെ മട്ടം അടിക്കണ ചേട്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്ലർ ബെൻഡ് ചെയ്തെടുക്കും. അത് നല്ല കനമുള്ള ഒരു ചുറ്റിക വെച്ച് അടിച്ചടിച്ചാണ് ഇവർ ആ ഒരു ആംഗ്ലർ ബെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ മെഷീൻസോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചല്ല. ഈ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേസ്തിരി ആദ്യമേ വന്നിട്ട് ആ ഒരു ഷീറ്റുമ്മ ഈ ഒരു ആംഗ്ലർ എങ്ങനെയാണ് വരണ്ടേന്നുള്ളൊരു അളവ് വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അളവിന് ഇവർ നേരെ ഈ ഒരു മട്ടം ബെൻഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും. കണ്ട, ഇതുപോലെ ആ ഒരു മട്ടം വരച്ചിട്ടുണ്ടാവും, അതിന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു അളവിലായി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി മാറ്റിയിടും. പിന്നെ ഈ ഒരു മട്ടമാണ് നമ്മുടെ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ ഇതിന് ഓരോ നമ്പർ ഉണ്ടാവും. നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ഓരോ മട്ടങ്ങളും നമ്മുടെ ബോട്ടിൻ്റെ എയറാവുമ്മയിലേക്ക് കയറണേട്ടാ. എയറാവുമ്മയും ഇതുപോലെ ഓരോ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മട്ടം നേരെ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കണ്ട, അപ്പോൾ അത് മട്ടം കൊണ്ടുപോയി വെൽഡ് ചെയ്ത് പിടിപ്പിക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ആ ബെൻഡ് ചെയ്ത് വെച്ചേക്കണ ഒരു ആംഗ്ലർ ഓരോന്നായിട്ട് നമ്പർ അനുസരിച്ച് എടുത്തിട്ട് വരും. എന്നിട്ട് നേരെ ഈ ഒരു മട്ടം എടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് അളവും കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നോക്കും. കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം ഈ ഒരു മട്ടത്തിൻ്റെ ക്രോസായിട്ട് നമ്മൾ വേറൊരു ആംഗ്ലർ വെച്ചൊന്ന് വെൽഡ് ചെയ്യൂട്ട. വെൽഡ് ചെയ്തതിന് ശേഷമാണ് ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ എയറാവുമ്മയിലേക്ക് കയറ്റുന്നത്. കണ്ട, അപ്പോൾ എല്ലാവരും കൂടി നേരെ പിടിച്ചിട്ട് ഈ സാധനം കൊണ്ടുപോയി നമ്മുടെ ബോട്ടിൻ്റെ എയറാവുമ്മയിലേക്ക് കയറ്റും. അത് ഇതുപോലെ എല്ലാവരും അങ്ങനെ അളവിനനുസരിച്ച് ഇങ്ങനെ കയറി വന്ന് ഇതൊരു സ്കെൽറ്റൻ രൂപത്തിലാവും. ബോട്ടിനെ നമ്മൾ ഒരു അസ്ഥിക്കൂടമാക്കി മാറ്റോട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതേ അളവിനനുസരിച്ച് ഓരോ മട്ടങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ നമ്മൾ കറക്റ്റാണെന്ന് നോക്കും. അതും നമുക്കറിയാൻ പറ്റും. ഈ പറഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന സാധനം അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ വേണം, കറക്റ്റായിട്ട് വേണം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ വാട്ടർ ലെവൽ വെച്ച് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫുൾ വെൽഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് കയറാകുമ്പോൾ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിപ്പിക്കോട്ടെ. ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ മട്ടം കയറുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഫ്രണ്ടിൽ നമ്മൾ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്താണ് കൊണ്ടുപോയെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഓരോ ബെൻഡടിച്ച പീസായിട്ടാണ് നമ്മൾ കയറ്റുന്നത്. കണ്ട, അപ്പോൾ അത് ഇതുപോലെ അളവിനനുസരിച്ച് അതും കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഫുൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കോട്ടെ. മട്ടം മൊത്തം കയറി കഴിഞ്ഞാൽ ഒരു ബോട്ടാണ്ട് ഈ കാണുന്നത്. മട്ടോന്നും ആംഗ്ലറെന്നും പറയണ ഒന്നും തന്നെയുണ്ട്, ആരും കൺഫ്യൂഷനൊന്നും ആവണ്ട. ഇത് മൊത്തം വന്ന് വെൽഡ് ചെയ്ത് പിടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എയറാവുമ്മയും ഈ സ്റ്റാൻഡുമ്മയാണ് വെയിറ്റ് തന്നെ. അപ്പോൾ ചേട്ടന്മാരടുത്ത പരിപാടി എന്ന് വെച്ചാൽ വാൾക്ക സെറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി നമ്മൾ ഹാമർ വെച്ച് അടിച്ച് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻസ് ഒന്നും യൂസ് ചെയ്യണം കേട്ടോ. വാൾക്കയുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ആംഗ്ലറിന് മുകളിലായിട്ട് വരും ഈ ഒരു വാൾക്ക് ഇതുപോലെ ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ചെറിയൊരു സ്ലോപ്പിലായിരിക്കുള്ളത് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയേക്കുന്നുണ്ട്. ഷീറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ നിന്ന് ഷീറ്റ് ആയിട്ടില്ലാണ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ അതിനു മുമ്പേ നന്നായിട്ട് ഷീറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആ ഒരു പ്രൈമറും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് കുട്ടപ്പനാക്കി ഇടും.
അങ്ങനെ ചെയ്യണത് നമ്മുടെ ഷീറ്റിന് തുരുമ്പൊന്നും പിടിക്കാതിരിക്കാനായിട്ടാണ്. മറൈൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റ് നമുക്കറിയാൻ പറ്റും, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെയിൻ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് ബെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഹാമറിന് വെച്ച് അടിച്ചടിച്ചാണ് ഈ ഒരു ഷീറ്റും നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുന്നത്. വേറെ മെഷീൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആ ബെൻഡ് ചെയ്തെടുത്ത ഷീറ്റ് നേരെ ഓരോ അളവിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ബോട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക, വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു സ്കെലിറ്റനായിട്ടിരിക്കുന്ന ബോട്ടില് ആ ഒരു ബോട്ടുമേലേക്ക് അളവിനനുസരിച്ച് ഷീറ്റും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കയറ്റി ചെയ്യണ ഒരു കാഴ്ച വേണ്ടി കാണുന്നത്. ഇത് മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ഷീറ്റുകൾ കയറാനുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ വരും. നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗം എപ്പോഴും വെള്ളത്തിൽ കിടക്കണതിൻ്റെ പേരിൽ അടിയിൽ നമ്മൾ കുറച്ച് കനമുള്ള ഷീറ്റാണ് ഉപയോഗിക്കണം. ഇതിൻ്റെ ആ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 mm ആയിരിക്കുള്ളൂ ഈ അടിഭാഗത്ത് തന്നെ ആ ഒരു ഷീറ്റിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വരാൻ നേരത്ത് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ട്. നിങ്ങൾ ഈ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോണ ഷീറ്റിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 mm ആയിരിക്കുള്ളൂ. കാരണം ആ ഒരു ഭാഗം അധികം നേരം വെള്ളത്തിൽ കിടക്കൂല, അല്ലെങ്കിൽ അധികം വെള്ളത്തിൽ കൊള്ളൂല. അങ്ങനെ റോളിംഗ് ഒക്കെ വരാൻ നേരത്ത് കാറ്റും കൂടുതലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കയറി പോകുന്നുള്ളൂ. ഈ അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ നേരം വെള്ളത്തിൽ കിടക്കണം. അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ കനമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 mm, പിന്നെ ഈ ഒരു മുകളിൽ വന്നേക്കുന്ന ഷീറ്റിൻ്റെ കനമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 mm ആയിരിക്കും വന്നത്. അങ്ങനത്തെ അടിയിലുള്ള ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെൻഡ് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ബെൻഡുള്ള ഷീറ്റ് കയറലാണ്. പിന്നെ മുകളിലേക്ക് പോകുന്തോറും നമ്മൾ എങ്ങനെ ഈ ഒരു ഷീറ്റ് പൊക്കി, വെയിറ്റുള്ള ഷീറ്റ് പൊക്കിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടാവും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ചാണ് ഈ ഒരു ഷീറ്റ് മുകളിലേക്ക് പൊക്കി കയറ്റുന്നത്. ഇത് ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് പൊക്കി കയറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് അടുപ്പിക്കാനായിട്ട് നമുക്ക് മുകളിൽ നിന്ന് തള്ളിപ്പിടിക്കാനും പറ്റില്ല. അപ്പോൾ അതിനും ഒരു ട്രിക്ക് ഉണ്ട്. കാരണം ആ ഒരു മട്ടത്തുമ്മയിലേക്ക് ഈ ഒരു ഷീറ്റ് മുട്ടി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സീ വെക്കും. ഇതുപോലെ ഒരു സീ വെച്ച് വെൽഡ് ചെയ്ത് ഷീറ്റ് പിടിപ്പിച്ചിട്ട് നമ്മൾ വെഡ്ജ് വെച്ച് ഹാമറിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, മട്ടവും ആ ഒരു ഷീറ്റും തമ്മിൽ നന്നായിട്ട് അങ്ങോട്ട് അടുക്കോട്ടെ. ആ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ മുട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ നേരെ അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അങ്ങനത്തെ സി ചാനലും സംഭവങ്ങളും അതുപോലെ തന്നെ ഫുൾ ഷീറ്റ് കയറി കഴിഞ്ഞാൽ ബോട്ടാണ്ട് ഈ കാണുന്നത്. അവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അതെന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കഴിയുമ്പോൾ അത് അടക്കോട്ടെ. കണ്ട, ഇതുപോലെയാണ് നമ്മുടെ ഫുൾ ഷീറ്റിങ് കഴിഞ്ഞാൽ ഒരു ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഷീറ്റ് കയറി കഴിയുമ്പോഴേക്കുള്ള നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് വന്നിടാം. അപ്പോൾ ഇനി ഞാനൊരു കാര്യം ചെയ്യും, എൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചുതരാം. നമ്മുടെ വാൾക്കയൊക്കെ വെച്ചിട്ടുള്ളത് കണ്ട, വാൾക്ക പണിതേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ലോപ്പിലായിരിക്കുള്ളൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ വരാൻ നേരത്ത് അത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലോപ്പ് കൊടുത്തേക്കണം ചെറിയ രീതിയിൽ. ഡീസൽ ടാങ്കും വാട്ടർ ടാങ്ക് ഇത്രയും നന്നായിട്ട് നമുക്ക് ഇനി പിന്നൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ വെള്ളത്തിലേക്ക് കടലിലേക്ക് പോകാൻ നേരത്ത് കടലിൽ റോളിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഈ റോളിങ്ങിന് ഇത് തടയാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ടെക്നിക്കൊക്കെ ഉണ്ടാവും. നമുക്ക് കണ്ടീഷൻ വരാം. വാട്ടർ ടാങ്ക് ആണ് ഈ കാണുന്നത്. വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ കണ്ട നമ്മുടെ ആ ഒരു ഇരുമ്പിൻ്റെ പട്ട വെച്ച് ഇങ്ങനെ അടിച്ച് ക്രോസ് ചെയ്ത് വെച്ചേക്കാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിൽ ചെല്ലാൻ നേരത്ത് ഈ റോളിങ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആ ഒരു റോളിങ് ആട്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കണ്ട, അതുപോലെ ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിലുണ്ട് അതുപോലത്തെ ആ ഇരുമ്പിൻ്റെ പട്ട അടിച്ചു വെച്ചാണ്. ഇത് പെയിൻ്റ് അടിച്ചിട്ടില്ല, ഇനി ഈ സാധനം പ്രൈമറൊക്കെ അടിച്ച് സെറ്റ് ആക്കോട്ടെ. അങ്ങനെ ഫുൾ ഷീറ്റും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞ ഒരു ബോട്ടാണ്ട് ഈ കാണുന്നത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്ങിന് വേണ്ടി നിർത്തിയൊക്കെയാണ്. ഇപ്പോൾ ഒരു സൈഡ് പ്രൈമർ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ വെൽഡിങ്ങിന്റെ ജോയിന്റ് ഉള്ളതൊക്കെ പുട്ടി വലിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ബോട്ടിന്റെ പെയിന്റിങ് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് ബോട്ടിന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വീഡിയോ A to Z ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കയറി ഒന്ന് കാണട്ടെ. ഇതാണ് നമ്മുടെ ആ ബോട്ട് ഫുൾ ഷീറ്റും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പച്ച കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെറ്റൽ പേസ്റ്റ് ഇട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ജോയിൻറ്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ മെറ്റൽ പേസ്റ്റ് ഇട്ട് വെച്ചൊക്കെയാണ്. ഇനി അത് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് നല്ല ഷേപ്പാക്കിയിട്ടായിരിക്കുള്ളൂ നമ്മുടെ ബോട്ട് ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടാ. അതുപോലെ തന്നെ ഈ ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് പണിക്കാർ മാത്രമല്ല ഉള്ളത്, ഇലക്ട്രീഷ്യന്മാരുണ്ട്, എൻജിൻ മെക്കാനിക്കുമാരുണ്ട്, അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ മരപ്പണിക്കാരുണ്ട് കേട്ടോ. മരപ്പണിക്കാരുടെ കാര്യം എന്തായിരിക്കും നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. നമ്മുടെ വീൽ ഹൗസ് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരപ്പണിച്ചേട്ടന്മാരായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ കയറ്റാനും വീഞ്ചി കയറ്റാനൊക്കെ ആയിട്ട് ക്രെയിൻ വന്നിട്ടുണ്ട്. ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കുള്ളൂ. അപ്പോൾ അതേ പ്ലൈവുഡിൻ്റെ പണിയൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വാൾക്കയുടെ മുകളിലേക്ക് പ്ലൈവുഡ് സെറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു തട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പം നല്ല കട്ടിയുള്ള പ്ലൈവുഡ് ആയിരിക്കുള്ളൂ നമ്മുടെ ബോട്ടിൻ്റെ തട്ടടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സി ചാനലിൻ്റെ സൈഡിലൊക്കെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസ് തന്നെയാണ്. അതുപോലെ എച്ച് ഉണ്ടാക്കണം, സ്റ്റോർ റൂമിൻ്റെ എച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഈ പറഞ്ഞ പ്ലൈവുഡ് ഉപയോഗിച്ച് തന്നെയുണ്ട്. പ്ലൈവുഡിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് മാറ്റ് ഒട്ടിക്കേണ്ടതാണ്. മാറ്റ് ഒട്ടിച്ചിട്ട് നേരെ ആ ഒരു അതിൻ്റെ ആ ഒരു റെസിൻ വെച്ചിട്ട് നമ്മളിങ്ങനെ റോളർ വെച്ച് ആ ഒരു മാറ്റിനെ അങ്ങോട്ട് പ്ലൈവുഡിലേക്ക് അങ്ങോട്ട് ഒത്തിയേർപ്പിക്കും. പിന്നെ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു പുട്ടി വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി ഫില്ലാക്കോട്ടെ.
അങ്ങനെ നമ്മുടെ ആ ഒരു തട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീൽ ഹൗസ് ഉണ്ടാക്കൽ. വീൽ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാടി തന്നെ നമ്മൾ പൊക്കി മുകളിലേക്ക് കൊണ്ടുപോയി നടക്കില്ല. അതുകൊണ്ട് ഓരോരോ പീസായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ക്രെയിൻ വേണ്ടി വരും. ക്രെയിൻ കൊണ്ടുവന്നാണ് നമ്മുടെ ആ ഒരു വീൽ ഹൗസും കാര്യങ്ങളൊക്കെ പൊക്കി മുകളിലേക്ക് തന്നെ ഇടാം. അതുമാത്രമല്ല, വീൽ ഹൗസ് മാത്രമല്ല, നമ്മൾ മുകളിലേക്ക് കയറ്റുന്ന ക്രെയിൻ ഉപയോഗിച്ച് ബോട്ടിൻ്റെ സുനാമി കയറ്റണ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ്. കാരണം അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റണ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. അതും നമ്മൾ മുകളിലേക്ക് കയറ്റണ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് കയറ്റണത്. പണിക്കാരെല്ലാവരും ചേർന്ന് നിന്നായിരിക്കും ഈ എഞ്ചിനും മുകളിലേക്ക് കയറ്റണത്. അതുപോലെ ബോട്ടിൻ്റെ വീഞ്ച് കയറ്റണം നമ്മുടെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ്. ഇതൊക്കെ ഹെവി ആയിട്ടുള്ള സാധനത്തിൻ്റെ പേരിൽ നമുക്കിത് കയറ്റാനായിട്ട് ക്രെയിൻ വിളിക്കേണ്ടി വരും. പ്ലൈവുഡും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. ശരിക്കും സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഐസിൽ എന്തെങ്കിലും ഇടാറുണ്ടാകും. ശരിക്കും സ്റ്റോർ റൂമിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ ഈ ഫൈബറും കാര്യങ്ങളൊക്കെ ചെയ്ത് പഫൊക്കെ നിറച്ച് അത്രയ്ക്ക് എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ. പെട്ടെന്നൊന്നും മീൻ അങ്ങനെ ചീത്താമില്ല, ഐസും അങ്ങനെ മെൽറ്റായി പോയൊന്നുമില്ല ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതെ, നമ്മുടെ ആ ഒരു വീൽ ഹൗസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. നോക്കി, വീൽ ഹൗസ് നമ്മൾ മുകളിലിട്ട് തന്നെയാണ് പണിയാണ്. വീൽ ഹൗസ് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ബോട്ടിൻ്റെ മുകളിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റിയിട്ട് അത് ഇതുപോലെ ആ ഒരു സൂപ്പറായിട്ട് ഇങ്ങനെ പണിക്കാർ വന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓരോരോ അറകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരപ്പണിക്കാർ ചേട്ടന്മാരാണ് വന്ന് അത് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രീഷ്യന്മാർ ലൈൻ വലിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ ചെയ്യട്ടെ. മൊത്തം കൂടുതൽ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൈവുഡ് ആയിരിക്കുള്ളൂ. വീൽ ഹൗസ് പണിയണമെന്ന് വെച്ചാൽ മരവും കൊണ്ടാണ് കേട്ടോ. അതുപോലെ 5 ലീഫിൻ്റെ നല്ല കിടിലൻ പ്രൊപ്പലറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചുക്കായും കൂടി വെക്കണം നമ്മുടെ റഡർ. കണ്ട, ബോട്ടിൻ്റെ ആ ഒരു ദിശ നോക്കണ ഒരു സംഭവമാണ് ഈ റഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മുടെ ചേട്ടന്മാർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പോയാണ്. അതിനുശേഷം ആ ഒരു എഞ്ചിൻ കള്ളിയിൽ നമ്മുടെ ആ ഒരു എഞ്ചിൻ കയറ്റിയും വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. കണ്ട, അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഇത് മൊത്തം പണിത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബോട്ടിൻ്റെ കോലം നമുക്ക് കണ്ടേച്ചും വരാട്ടെ. അങ്ങനെ 3-3.5 മാസം പണി കഴിഞ്ഞ് ഇറക്കാൻ നിൽക്കുന്ന ഒരു ബോട്ടാണ് ഈ കാണുന്നത്. നോക്കി, കണ്ട, മാർവ 95 അടിയുണ്ട് ഏകദേശം. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുതുപുത്തനായിട്ട് ഇന്ന് നീറ്റിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരു ബോട്ടാണ് ഈ കാണുന്നത്. ഏകദേശം 1.25 കോടി രൂപയോളം ഈ ഒരു ബോട്ടിൻ്റെ വിലയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇരുമ്പിൻ്റെ വിലയൊക്കെ കൂടുതലതിൻ്റെ പേരിൽ ബോട്ടിൻ്റെ വിലയും അതുപോലെ തന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലുണ്ടോ നമ്മുടെ ഈ ഒരു ബോട്ട് പണിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നീളത്തിനും വലിപ്പത്തിനും അനുസരിച്ചാണ് ബോട്ടിൻ്റെ വിലയും തന്നെ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 95 അടി ബോട്ടാണ്. 100 അടി മേളിലൊക്കെ വരുമ്പോൾ അതിനും വിലയാവട്ടെ. അതുപോലെ ഈ ഒരു ഓറഞ്ച് പെയിൻറ്റ് പോയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഫൗളിങ് പെയിൻറ്റാണ് ഈ ബോട്ടിൻ്റെ അടിവശത്ത് അടിച്ചു വെച്ചേക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് മുരിങ്ങയും കാര്യങ്ങളൊക്കെ അധികം പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഈ കപ്പലിനൊക്കെ അടിക്കണം സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ബോട്ടിന് അടിച്ചേക്കണം. അതുപോലെ നല്ല 5 ലീഫിൻ്റെ നല്ല കിടിലൻ പ്രൊപ്പലർ കാണുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബോട്ട് ഇറക്കണത് നമ്മുടെ ഈ ഒരു റെയിലാണ് ഇറക്കണത്. റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യാർഡുകളിൽ ഉരുളയിലിറക്കും, ചില യാർഡുകളിൽ ഇതുപോലെ റെയിലായിരിക്കുള്ളൂ ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങണേണ്ട. കണ്ട, നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനൊക്കെ പോണ ആ ഒരു റെയിലില്ലേ, ആ ഒരു സെയിം റെയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് യാർഡുകളിലും ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം ചിലവ് കൂടിയ ഒരു സംഭവമാണ്. നമ്മുടെ ഈ ഒരു റെയിൽ കൊണ്ടുവന്നിട്ട് യാർഡ് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഉരുളയിലൊക്കെയാണ് ഇറക്കണത്. പക്ഷേ ഈ റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സേഫ്റ്റി ആയിരിക്കുള്ളൂ. നമുക്കധികം ബോട്ടുകൾ ഇറക്കി പോകാൻ നേരത്തൊന്നും പെട്ടെന്ന് അങ്ങനെ കേടുപാടുകളും കാര്യങ്ങളൊന്നും പറ്റൂല. പണ്ട് കാലങ്ങളിൽ ബോട്ട് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉരുളയിലാണ് ഇറക്കിയിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുമല്ലോ, ടെക്നോളജി മാറുന്നതനുസരിച്ച് റെയിലും കാര്യങ്ങളൊക്കെ വന്നു. കണ്ട, അപ്പോൾ റെയിലിൽ ഇങ്ങനെ ഇറങ്ങിപ്പോണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ട, ബോട്ട് ഇറങ്ങിപ്പോണ പോക്ക് നോക്കി. ഇങ്ങനെയുണ്ട് നമ്മുടെ ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ മാർവ എന്ന് പറയുന്ന ആ ഒരു ബോട്ട് ആദ്യമായിട്ട് നീറ്റിലിറങ്ങിയിട്ട് പണിക്കാരുടെ ഒക്കെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ പണിക്കുവാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അതുപോലെ ബോട്ടിൻ്റെ സുനാമി നമുക്കിങ്ങനെ ചരിച്ചൊക്കെ ഇടാനായിട്ട് പറ്റൂട്ടോ. കാരണം ഇതിൻ്റെ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചരിക്കാം. നമുക്കിപ്പോൾ പാലത്തിൻ്റെ അടി കൂടെ പോകാനായിട്ട് പറ്റില്ല, സുനാമി മുട്ടുന്നതിൻ്റെ പേരിലാണ്ട് ഇങ്ങനെ ചരിക്കണത്. അപ്പോൾ പുതിയ എഞ്ചിനതിൻ്റെ പേരില്ലേ ബോട്ട് ശരിക്കും അങ്ങോട്ട് തള്ളി വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. തള്ളി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RPM എന്തോരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ നമ്മിങ്ങനെ ബോട്ട് എടുത്തിട്ട് നേരെ പുത്തൻ ബോട്ട് ഇറക്കി കഴിയുമ്പോൾ അഴി വരെയും പോയിട്ടൊന്ന് കൊള്ളിച്ച് വെച്ചൊന്ന് കറക്കിയിട്ടൊക്കെ ഒന്ന് വരും. കാരണം എഞ്ചിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ബോട്ട് പണിയാൻ 3 മാസം എടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല യാർഡുകൾ പല പല ദിവസങ്ങളിലായിട്ട് നമ്മൾ പോയാണ് ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടെ. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ.